നമസ്കാരം. പ്രതിരോധ മേഖല സ്വാശ്രയത്വത്തിലേക്ക് അതിവേഗം നീങ്ങുന്നുവെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി അറിയിച്ചു കഴിഞ്ഞു. 2014 മുൻപ് പ്രതിരോധ സാമഗ്രികൾക്കായി സർക്കാർ വിദേശ രാജ്യങ്ങളെയാണ് കൂടുതലായി ആശ്രയിച്ചിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ശേഷം പ്രതിരോധം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും ഇന്ത്യ സ്വയം ആശ്രയിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞിരുന്നു. അതിനുശേഷം പ്രതിരോധ മേഖല സ്വാശ്രയത്വത്തിലേക്ക് കാര്യമായ മുന്നേറ്റം നടത്തി. 2014 ഏകദേശം 600 മുതൽ 800 കോടി രൂപയായിരുന്നു പ്രതിരോധ കയറ്റുമതി. എന്നാൽ ഇന്ന് അത് 31,000 കോടി രൂപയായി ഉയർന്നിട്ടുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 50,000 കോടി രൂപ കടക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് പുതിയ രൂപം നൽകുന്ന ഗവൺമെന്റ് കൊണ്ടുവന്ന ഏറ്റവും വലിയ മാറ്റമായിട്ടാണ് പ്രതിരോധ ഉൽപാദനത്തിൽ ആത്മനിർഭരതയെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നതാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഉത്തർപ്രദേശിലും തമിഴ്നാട്ടിലും പ്രതിരോധ വ്യാവസായിക ഇടനാഴികൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെ സ്വാശ്രയത്വം കൈവരിക്കുന്നതിന് പ്രതിരോധ മന്ത്രാലയം സ്വീകരിച്ച നവീകരണ നടപടികളും അദ്ദേഹം അക്കമിട്ട് നിരത്തുന്നുണ്ട്. 2014 ഏകദേശം 40,000 കോടി രൂപയായിരുന്ന പ്രതിരോധ ഉൽപാദനം ഇപ്പോൾ 1.10 ലക്ഷം കോടി രൂപ കടന്നിരിക്കുകയാണ്. രാജ്യത്തെ ജനങ്ങളുടെ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനം ഗവൺമെന്റ് ഒരു പുതിയ ഊർജ്ജത്തോടെ പ്രചോദിപ്പിച്ചതായിട്ടും മന്ത്രി ഊന്നി പറയുന്നുണ്ട്. ശക്തവും സ്വയം പര്യാപ്തവുമായ സൈന്യവുമായി ആഗോളതലത്തിൽ ഇന്ത്യ ശക്തമായ ഒരു രാഷ്ട്രമായി ഉയർന്നു വരുന്നതിന് ഇത് കാരണമായി എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് കേന്ദ്രത്തിലെ ശക്തമായ നേതൃത്വം കാരണം നമ്മുടെ സേനയ്ക്ക് ശക്തമായ ഇച്ഛാശക്തിയുണ്ട്. സൈനികരുടെ ആത്മവീര്യം ഉയർത്താൻ ഇന്ത്യ തുടർച്ചയായി പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യൻ സൈനികർ സജ്ജരും കഴിവുള്ളവരും ഇന്ത്യയെ ദുഷിക്കുന്ന ഏതൊരാൾക്കും തക്കതായ മറുപടി നൽകാൻ തയ്യാറുമാണെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ വികസ്വര രാജ്യങ്ങൾക്ക് 2 ഓപ്ഷനുകൾ ഉണ്ടായെന്ന് രാജ്നാഥ് സിംഗ് പറയുന്നുണ്ട്. അതായത് ഇൻവേർഷൻ, അനുകരണം. അങ്ങനെ വരുമ്പോൾ ഒരു അനുയായി എന്നതിലുപരി രാജ്യത്തെ സാങ്കേതിക സൃഷ്ടാവാക്കുന്നതിന് സർക്കാർ പ്രത്യേക ഊന്നൽ നൽകുന്നുണ്ട്. പുതിയ സാങ്കേതിക വിദ്യകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ നിലവാരത്തിൽ ഇന്നൊവേഷൻ ശേഷിയും മനുഷ്യ വിഭവശേഷിയും എത്തിയിട്ടില്ലാത്തവർക്ക് വികസിത രാജ്യങ്ങളിൽ നിന്നുള്ള സാങ്കേതിക വിദ്യ അനുകരിക്കുന്നത് തെറ്റല്ല. ഒരു രാജ്യം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സാങ്കേതിക വിദ്യ അനുകരിക്കുകയാണെങ്കിൽ അത് എപ്പോഴും പഴയ സാങ്കേതിക വിദ്യയിൽ നിന്ന് മുന്നോട്ട് പോകുന്നു. അടിമത്തത്തിന്റെ മാനസികാവസ്ഥയിൽ നിന്ന് രാജ്യത്തെ നയിക്കേണ്ടത് സർക്കാരിന്റെയും മാധ്യമങ്ങളുടെയും ബുദ്ധിജീവികളുടെയും ഒക്കെ കടമയാണെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. അടിമത്തത്തിന്റെ മാനസികാവസ്ഥ ഉപേക്ഷിക്കുവാനും ദേശീയ പൈതൃകത്തിൽ അഭിമാനം തോന്നുവാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. എന്നാൽ നമ്മുടെ ദേശീയ പൈതൃകത്തെക്കുറിച്ചും ബോധവാന്മാരായിരിക്കണം. അതിൽ അഭിമാനം തോന്നണമെന്നും പ്രതിരോധ മന്ത്രി പറയുന്നുണ്ട്. ഇന്ത്യ പുതിയ പാതകൾ തുറന്നിടാൻ ഏറെ ശ്രദ്ധ ചെലുത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എല്ലാ അർത്ഥത്തിലും ഇന്ത്യ സ്വാശ്രയത്വത്തിനായി പ്രതിരോധ ആവാസ വ്യവസ്ഥ ഉണ്ടാക്കുകയാണെന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞു വെക്കുന്നത്. സമീപ വർഷങ്ങളിൽ ഇന്ത്യയുടെ പ്രതിരോധ ആവാസ വ്യവസ്ഥ നിരവധി പ്രധാന മേഖലകളിൽ പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. പ്രധാന സ്ഥാപനപരവും നയപരവുമായ മാറ്റങ്ങൾ പ്രതിരോധ സ്വദേശിവൽക്കരണം, ആഭ്യന്തര മൂലധന സംഭരണം, പ്രതിരോധ കയറ്റുമതി എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. 2020 ഓഗസ്റ്റിലാണ് ശ്രീജൻ സ്വദേശിവൽക്കരണ പോർട്ടൽ ആരംഭിച്ചത്. അതേപോലെ തന്നെ തമിഴ്നാട്ടിലും ഉത്തർപ്രദേശിലും 2 പ്രതിരോധ വ്യവസായ ഇടനാഴികൾ സ്ഥാപിച്ചു. 7,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഇവ ആകർഷിച്ചത്. 2023 നവംബറിൽ സ്വീഡിഷ് ആയുധ കമ്പനിയായ സാബ് കാൾ ഗുസ്താവ് M4 റോക്കറ്റ് സംവിധാനം നിർമ്മിക്കുന്നതിനുള്ള ആദ്യത്തെ 100% FDI പദ്ധതി പ്രഖ്യാപിച്ചു. നാവിക പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കുന്നതിൽ പ്രശംസനീയമായ പുരോഗതിയും ഉണ്ടായിട്ടുണ്ട്. 2022 സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച INS വിക്രാന്ത് വിമാനവാഹിനി കപ്പൽ ഇന്ത്യയുടെ സമുദ്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണ്. SMEകളും MSMEകളും ഉൾപ്പെടെ ഇന്ത്യൻ വ്യവസായത്തിലുടനീളം ഇത് പുതിയ സാങ്കേതിക കഴിവുകൾ സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രതിരോധ മൂലധന സംഭരണ ബജറ്റിന്റെ ഗണ്യമായ ഒരു ഭാഗം ആഭ്യന്തര പ്രതിരോധ വ്യവസായത്തിലേക്ക് തിരിച്ചുവിടണമെന്ന് കേന്ദ്രം വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. 2020-21 മുതൽ ആഭ്യന്തര സംഭരണത്തിനുള്ള മൂലധന ഏറ്റെടുക്കൽ ബജറ്റ് മൊത്തം മൂലധന സംഭരണ ബജറ്റിന്റെ ഏകദേശം 40% നിന്ന് 2023-24 75% ഉയർന്നിട്ടുണ്ട്. 2023-24 പ്രതിരോധ ഉൽപാദന ലക്ഷ്യം 1,35,000 കോടി രൂപയാണ്. 2025 പ്രതിരോധ ഉൽപാദനത്തിന്റെ മൂല്യം 1,70,75,000 കോടി രൂപയിലെത്തുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രതിരോധ രംഗത്ത് സ്വാശ്രയത്വത്തിൽ ആത്മനിർഭർ ഭാരതിലൂന്നി ഇന്ത്യ പുതിയ പടവുകൾ താണ്ടുകയാണ്. അത് രാജ്യത്തിന്റെ മേന്മ കൂട്ടുന്നുണ്ട്. ലോകത്തെ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കാൻ പ്രേരിപ്പിക്കുന്നുമുണ്ട്.